ഹലോ, ഇവിടത്തെ ഈവനിങ് ഒരു 5 ആവാറായിട്ടോ. ഞാൻ വന്ന ഒരു 2-3 ദിവസമൊക്കെ ടാപ്പ് വാട്ടറാണ് കുടിച്ചത്. അപ്പോൾ എനിക്ക് വയറ് ഭയങ്കര അപ്സെറ്റായി. അപ്പോൾ അതിൽ ക്ലോറിൻ ഉള്ള കാരണമാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തു. ഇവിടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പോയി എടുത്ത് കുടിക്കാനുള്ള മടി കൊണ്ട് ടാപ്പ് വാട്ടറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ചെറിയ പണി കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചു. അങ്ങനെ അതേ നമ്മുടെ ചായ ടൈം ആട്ടോ. ചായക്ക് പാലിങ്ങനെ പാക്കറ്റ്സ് ഒരു 3 പാക്കറ്റായിട്ട് ഇങ്ങനെ വാങ്ങി വെച്ചിരിക്കുക. വന്നിട്ട് ഒരു മൂവിക്കൊക്കെ പോയായിരുന്നു. പക്ഷേ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ വിചാരിച്ച പോലെ എടുക്കലൊന്നും നടന്നില്ല. പ്രത്യേകിച്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. നേരെ ഓടിപ്പോയി കാറിലിരുന്നു. പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ കാണാൻ പോയത് ആട് 3 ആണ് കേട്ടോ. ഈ ശനിയാഴ്ചയ്ക്കോ സൺഡേക്കോ അങ്ങോട്ട് ദുരന്തർ 2 ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കതും അതിന് പോകും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് എൻ്റെ 1 വീക്കിലത്തെ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ പറയുന്ന പോലെയുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയും എല്ലാവരും അച്ചാർ, മീനച്ചാർ, ബീഫ് അച്ചാർ, നാരങ്ങ അച്ചാർ, അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് അച്ചാർ, ഉണക്കമീനൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജ് നിറച്ച അച്ചാറാണ്. നാട്ടിലായിരുന്നപ്പോൾ ഇത്രയും വലിയ കപ്പിലൊന്നും ഞാൻ ചായ കുടിച്ചിരുന്നില്ല കേട്ടോ. ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ ചായ, കാലത്തും വൈകുന്നേരവും. ഇതിപ്പോൾ അതിൻ്റെ ഇരട്ടി ചായ കാലത്തും വൈകുന്നേരവും കുടിക്കുന്നുണ്ട്. കഴിക്കാൻ പാപ്പം ബ്രെഡ് ഇരിപ്പുണ്ട്. ബ്രെഡിൻ്റെ ഡേറ്റ് ഇനിയും അവിടെ ഇരുന്നാൽ കഴിയും. എനിക്ക് തോന്നുന്നു 27 വരെ എന്തോ തോന്നുന്നുണ്ട്. ബ്രെഡ് ഉണ്ടാക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. ബ്രെഡിന് കുറച്ച് ബട്ടർ ഇടും, അത്രയേ ഉള്ളൂ. ഇത് ബ്രെഡും ബട്ടറും കൂടി ജസ്റ്റ് ടോസ്റ്റ് ചെയ്തതാണ്. പാനിലിട്ടെടുത്തതാണ് കേട്ടോ, ടോസ്റ്ററൊന്നുമല്ല. പിന്നെ ഇത് നമ്മുടെ ബട്ടർ, സോൾട്ടഡ് ബട്ടറാണ്. ബട്ടർ പണ്ട് തൊട്ടും എനിക്കിഷ്ടമാണ്. വീട്ടിലാണെങ്കിൽ അമ്മ മറ്റേ ഡെയിലി പാല് വാങ്ങുമ്പോൾ പാലിൻ്റെ പാടെടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേറെ ടേസ്റ്റാണ്. ഞാൻ ചെറുപ്പം തൊട്ട് ആ ബട്ടർ കഴിക്കാറ്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ബട്ടർ ഇവിടെ വാങ്ങണേ, സോൾട്ടഡ് ബട്ടറായിട്ട് വാങ്ങണേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആണെന്ന് ഞാൻ പറയില്ല. കാരണം ഇത്രയും സോൾട്ടഡ് ബട്ടർ ഇവിടെ ഡെയിലി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും ദോശ ഉണ്ടാക്കുകയാണെങ്കിലും ബ്രെഡ് ഇതുപോലെ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബോഡിയിലേക്ക് നല്ല രീതിയിൽ സോൾട്ട് കയറുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കിഡ്നിക്കൊക്കെ കംപ്ലൈൻറ്റ് ചാൻസസ് ഉണ്ട് വരാൻ. ഇപ്പോൾ വേറെ ഓപ്ഷനില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊക്കെ നോക്കണം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടമാണോന്ന്. ജസ്റ്റ് നമ്മൾ പാനിൽ ബട്ടറാക്കും, ബ്രെഡ് കട്ട് ചെയ്തിട്ട് വെക്കും, പിന്നെ വീണ്ടും അതിൻ്റെ ഇടയിൽ ബട്ടറാക്കിയിട്ട് ബ്രെഡ് ഇങ്ങനെ തിരിച്ചു വെക്കും. പിന്നെ അത് ഇതുപോലെ ബട്ടർ എടുത്തിട്ട് അത് കൂട്ടി ഇങ്ങനെ കഴിക്കും. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചുമ്മാ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്കൊന്നും ഞാൻ ഇൻസ്റ്റയിലൊന്നും ഇടാറില്ല. ഒരു ചമ്മലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതിനെന്താ കോഫി ടൈം വിത്ത് മീ എന്നൊക്കെ പറയാൻ പറ്റുമോ അറിയില്ല. ആൻഡ് ഈവനിങ് വിത്ത് മീ എന്നൊക്കെ പറയാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ചായ കൂടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനൊരു ഈവനിങ് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ടി വി ഓണാക്കി ഞാൻ ടി വി വെച്ചിരുന്നതാണ് കുറച്ച് നേരം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.